കൃഷി മാസ്റ്ററിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം നട്ടുവളർത്തുന്ന പച്ചക്കറി വിളകൾക്ക് വളരെ ആവശ്യമുള്ള ഒരു സൂക്ഷ്മ മൂലകമാണ് ബോറോൺ. എന്നാൽ അത്യാവശ്യമുള്ളതാണെങ്കിലും കൊടുക്കേണ്ടുന്ന അളവ് വളരെ കുറച്ച് മതി. ബോറോൺ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതൊന്നും ചെറിയ അടുക്കളത്തോട്ടം ഒരുക്കുന്നവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല, മറിച്ച് വലിയ തോതിൽ കൃഷി ചെയ്യുന്നവർക്കുള്ളതാണെന്ന് കരുതി വീഡിയോ സ്കിപ്പ് ചെയ്തു പോകാൻ വരട്ടെ. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ചെടികൾ വളർച്ചയില്ലാതെ മുരടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ ആൺപൂക്കൾ മാത്രം വിരിയുകയും പരാഗണം നടക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രധാന സൂക്ഷ്മ മൂലകങ്ങളായ ബോറോണിൻ്റെ കുറവ് കൊണ്ട് മാത്രമാണ്. ബോറോണിൻ്റെ അഭാവം മൂലം ചെടികളിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം കാണുന്ന ലക്ഷണം, ചെടികൾ ആദ്യഘട്ടത്തിൽ നല്ല വളർച്ചയായിരിക്കും. എന്നാൽ പെട്ടെന്ന് ഈ കാണുന്ന പോലെ ഇലകളെല്ലാം കൊഴിഞ്ഞ് കൊമ്പ് മാത്രമായി കായ്ഫലമൊന്നുമില്ലാതെ, ഇനി കായ്ഫലം ഉണ്ടായാലും എല്ലാം ചുക്കിച്ചുളിഞ്ഞ രീതിയിലായിരിക്കും. ഇത് എല്ലാ ചെടികളിലും വാഴകളിലും ഒക്കെ ഇതിൻ്റെ ലക്ഷണം കാണിക്കും. വാഴയുടെ ഇലകളൊക്കെ ചെറുതായി വിരിയുക, മുളക് ചെടിയിലാണെങ്കിൽ പൂവിടാതെ കൊമ്പുകളെല്ലാം ഉണക്കം ബാധിച്ച രീതിയിൽ നിൽക്കുക, അതുപോലെ പയറും കുക്കുംബറും കയ്പയും ഒക്കെ പന്തലിൽ കയറുന്നത് വരെ നല്ല ഉഷാറായി വളർന്ന ചെടിയായിരിക്കും. പെട്ടെന്ന് പുതിയ തലപ്പുകളൊക്കെ മുരടിച്ചു പോകുന്ന അവസ്ഥയൊക്കെ കാണുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, ബോറോൺ എന്ന സൂക്ഷ്മ മൂലകത്തിൻ്റെ കുറവ് മൂലമാണ് എന്നത്. ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടുന്ന വളങ്ങളൊക്കെ നമ്മൾ കറക്റ്റായി നൽകുന്നുണ്ടെങ്കിലും ചെടിയുടെ വേര് അത് വലിച്ചെടുത്ത് എല്ലാ ശാഖകളിലേക്കും എത്തിച്ചാൽ മാത്രമേ ചെടിക്ക് ശരിയായ വളർച്ച കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും എത്തണമെങ്കിൽ ബോറോണിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. എന്നാൽ വളരെ കുറച്ച് മാത്രമേ ഇത് നൽകേണ്ടതുള്ളൂ. അപ്പോൾ നമ്മളൊരു തൈ നടുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യാറുള്ളത് മണ്ണ് കുമ്മായമിട്ട് മണ്ണിലെ പുളിരസം അമ്ലത ഇല്ലാതാക്കുക എന്നതാണ് സാധാരണയായി നാം ചെയ്യാറ്. അങ്ങനെ മണ്ണ് തയ്യാറാക്കി ചാണകപ്പൊടിയോ ആട്ടിൻ കഷ്ണമോ ചേർത്ത് തൈകൾ നടുമ്പോൾ ആ ചെടിയുടെ ആദ്യകാല വളർച്ചയ്ക്കുള്ള ബോറോൺ അതിൽ നിന്നും ചെടിക്ക് ലഭിക്കും. അപ്പോൾ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ ചെടികൾക്ക് ബോറോണിൻ്റെ ആവശ്യം വരുന്നില്ല എന്നാണ് പറയുന്നത്. പിന്നീടുള്ള വളർച്ചയ്ക്ക് പൂവിടുന്ന ഘട്ടത്തിൽ ബോറോൺ എന്തായാലും നമ്മൾ കൊടുത്തിരിക്കണം. ഇനി എങ്ങനെയാണ് ബോറോൺ ചെടികളിലേക്ക് എത്തിക്കുക എന്ന് നോക്കാം. ഇത് നമുക്ക് മണ്ണിലൂടെ കൊടുക്കാൻ പറ്റും, അതല്ലെങ്കിൽ ഇലകളിൽ സ്പ്രേ ചെയ്തും കൊടുക്കാവുന്നതാണ്. പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്നത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ ബോറോൺ B20 എന്ന പാക്കറ്റ് നമുക്ക് വളവും കീടനാശിനിയും വിൽക്കുന്ന കടയിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടും. ഇത് എല്ലാ പച്ചക്കറി ചെടികൾക്കും പഴവർഗ്ഗ ചെടികൾക്കും വാഴക്കും തെങ്ങിനുമൊക്കെ നൽകാൻ പറ്റുന്ന ഒരു സൂക്ഷ്മ മൂലകമാണ്. ബോറോൺ നമുക്ക് ലഭിക്കുന്നത് പൊടി രൂപത്തിലായിരിക്കും. അതിൽ നിന്നും 2 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് രാവിലെ 6:30-7 മണിയോട് കൂടി, അതായത് വെയിലാകുന്നതിന് മുമ്പായി ചെടികളുടെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. വെയിലായി കഴിഞ്ഞാൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇലകളെല്ലാം കരിഞ്ഞു പോകും എന്നത് ഓർമ്മ വേണം. അതുകൊണ്ട് അതിരാവിലെ ചെടികളുടെ ഇലകൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ എല്ലാ ചെടികളിലും നല്ല വളർച്ചയോടെ നിറയെ കായ്ഫലം ലഭിക്കും. മുളകിനും തക്കാളിക്കും പാവലിനും വഴുതിന പയറ് തുടങ്ങി എല്ലാവിധ ചെടികൾക്കും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് മാസത്തിൽ 1 തവണ വീതം സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് സ്പ്രേ ചെയ്യുന്നതോടുകൂടി പരാഗണം കൂടുതലായി നടക്കുകയും അതുമൂലം പെൺപൂക്കൾ ധാരാളമായി വിരിയുകയും ചെയ്യും. അപ്പോൾ ചെടിയുടെ തുടക്കം മുതലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതൊക്കെ വലിയ കർഷകർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ന് പറഞ്ഞ് നിസ്സാരമാക്കരുത്. ഒരു ചെറിയ പാക്കറ്റ് ബോറോൺ വാങ്ങി 2 ഗ്രാം വീതം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് എല്ലാ പച്ചക്കറി ചെടികളിലും സ്പ്രേ ചെയ്ത് നോക്കൂ. അടുക്കളത്തോട്ടം നിറയെ കായ്കൾ കൊണ്ട് നിറയുന്നത് കാണാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതട്ടെ. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.